ഐഫോൺ SE4 ആപ്പിളിൻ്റെ പുതിയ ബഡ്ജറ്റ് ഐഫോൺ. ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ബ്ലൂംബർഗിൻ്റെ മാർക്ക് ഗ്രൂമൻ അദ്ദേഹം പറയുന്ന അനുസരിച്ച് ആപ്പിൾ ഈ ആഴ്ചയായിരിക്കും ഐഫോൺ SE4 ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതോടുകൂടി കറണ്ട് ലൈനപ്പിലെ വർഷങ്ങൾ നീണ്ട ആ പഴയ ഡിസൈൻ ആപ്പിൾ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ ഡിസൈനിൽ വരുന്ന ചേഞ്ചാണ്. 2022 ഏറ്റവും അവസാനത്തെ ഐഫോൺ SE, അതായത് ഐഫോൺ SE 3rd ജനറേഷൻ ആപ്പിൾ ലോഞ്ച് ചെയ്തത്. 2020 അതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന SE 2nd ജനറേഷൻ ലോഞ്ച് ചെയ്തത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഡിസൈൻ അതിൻ്റെ തൊട്ട് മുൻ വർഷങ്ങളിൽ ഇറങ്ങിയ ഐഫോൺ 6, 7, 8 നമ്മൾ കണ്ടുപരിചയിച്ച അതേ ഡിസൈൻ തന്നെയായിരുന്നു. എന്നാൽ വരാൻ പോകുന്ന ഐഫോൺ SE 4 ജനറേഷനിൽ ആപ്പിൾ ബ്രാൻഡ് ന്യൂ ഡിസൈനാണ് കൊണ്ടുവരുന്നത്. ഇതിൻ്റെ ഏകദേശം ഡിസൈൻ ഘടന എന്ന് പറയുന്നത് ഐഫോൺ 14, 15 ഈ രണ്ട് ഡിവൈസുകളായിട്ട് വളരെ സിമിലറാണ്. വളരെ സിമിലർ എന്ന് പറയുന്നതിൻ്റെ കാര്യം, ഈ രണ്ട് ഡിവൈസുകൾ 14ലും 15ലും നമുക്കറിയാം ഡ്യുവൽ ലെൻസ് ക്യാമറ സെറ്റപ്പാണ്. എന്നാൽ ഐഫോൺ SE 4 ജനറേഷനിലേക്ക് വരുമ്പോൾ ഇതൊരു സിംഗിൾ ക്യാമറ സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ ഡിസൈനിൽ മൊത്തത്തിലുള്ള അഴിച്ചുപണി ബാക്ക് പാനലിൽ ആപ്പിൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ 3rd ജനറേഷൻ 2nd ജനറേഷൻ ഐഫോൺ SEയേക്കാൾ ബിഗ്ഗറാണ് ഇറങ്ങാൻ പോകുന്ന 4th ജനറേഷൻ SE. ആൻഡ് സൈഡ് പ്രൊഫൈൽസ് നോക്കുമ്പോൾ റൗണ്ടഡ് കോർണേഴ്സ് ആയിരുന്നത് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഫുൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ഒരു ബോക്സി ഡിസൈൻ ആയിരിക്കും നമുക്ക് SE4 ലഭിക്കാൻ പോകുന്നത്. ആൻഡ് ഫ്രണ്ടിൽ അതിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ബാക്കിൽ ഇത്രയും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ അതേ സെയിം ചേഞ്ചസ് തന്നെയാണ് ഫ്രണ്ടിലും വരുന്നത്. ഇതുവരെ ഉണ്ടായിരുന്ന ഹോം ബട്ടൺ, ബെസൽസ് ഇതൊന്നും നമുക്ക് ഇനി കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മിസ് ചെയ്യാൻ പോകുന്നത് ടച്ച് ID ആണ്. ടച്ച് IDനേക്കാൾ 100% സെക്യൂർ ആണ്, റിലയബിൾ ആണ് ഫേസ് ID എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി എനിക്ക് ഫേസ് ID തന്നെയാണ് ഇഷ്ടം. കാരണം അത് ഫാസ്റ്റാണ് ആൻഡ് റിലയബിളാണ്. ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതുവരെ ഐഫോൺ SE എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പിക്ചർ കംപ്ലീറ്റ്ലി ആപ്പിൾ മോഡേണൈസ് ചെയ്യുവാണ്. പിന്നെ ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് വൈഡ് റേഞ്ച് ഓഫ് കളേഴ്സ്. നമുക്കറിയാം ഐഫോൺ 16 സീരീസിലേക്ക് നോക്കുമ്പോൾ കുറച്ചധികം കളേഴ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ആകെ ഈ ഒരു ലൈനപ്പിൽ ഒരു റെഡ് എഡിഷൻ ഐഫോൺ ഉള്ളത് ഇപ്പോഴും ഐഫോൺ SE 3rd ജനറേഷൻ്റെ പ്രോഡക്റ്റ് റെഡ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ SE4ലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് റെഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഡിസൈനിൽ ഇത്രയധികം ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ അതേ മാറ്റങ്ങൾ നമുക്ക് ഫ്രണ്ട് ഡിസ്പ്ലേയുടെ കാര്യത്തിലും എക്സ്പെക്ട് ചെയ്യാം. ഇതുവരെ ഉണ്ടായിരുന്ന 4.7 ഇഞ്ച് LCD പാനലിൽ നിന്ന് അതിൻ്റെ നിറ്റ്സ് എന്ന് പറയുന്നത്, അതിൻ്റെ ഓവറോൾ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 625 നിറ്റ്സ് മാത്രമേ ഉള്ളായിരുന്നു. അതിൽ നിന്ന് വലിയൊരു ജമ്പാണ് 6.1 ഇഞ്ചിൻ്റെ OLED പാനലിലേക്ക് ജമ്പ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ പല സോഴ്സുകളും വ്യക്തമാക്കാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നോച്ച് ആയിരിക്കുമോ അതോ ഡൈനാമിക് ഐലൻഡ് ആയിരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ്. കാരണം ഐഫോൺ 14 സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്ന സെയിം ഷാസി ഡിസ്പ്ലേസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് സിംഗിൾ ലെൻസ് ക്യാമറ സെറ്റപ്പാണ്. 14 സീരീസ് എന്ന് പറയുന്നത് ഡ്യുവൽ ലെൻസ് ക്യാമറ സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ അതേ സെയിം കാര്യങ്ങൾ ഇങ്ങോട്ട് കടമെടുക്കുന്നതുകൊണ്ട് തന്നെ സിമിലർ ആയിട്ടുള്ള ഡിസ്പ്ലേയും, അതായത് ആ ഒരു നോച്ചോടെ വരുന്ന ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ നമ്മൾ കാണാൻ സാധിക്കുന്നതെന്നാണ് കുറച്ച് വിഭാഗം സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ചില സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിലേക്ക് 15 സീരീസിലുള്ള പോലെ ആ ഒരു ഡൈനാമിക് ഐലൻഡ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഡൈനാമിക് ഐലൻഡ് ആപ്പിൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വിന്നിങ് സിറ്റുവേഷൻ ആണ് ആസ് എ കൺസ്യൂമർ. കാരണം നമുക്ക് ഹയർ ആൻഡ് ഫോൺസിൽ ലഭിക്കുന്ന അതേ ഫീച്ചേഴ്സും ആക്സസിബിലിറ്റീസും എല്ലാം തന്നെ ഇതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. എന്നാൽ നോച്ചിലേക്ക് പോകുമ്പം നമുക്കറിയാം പഴയ ആ ഒരു നോച്ചല്ല, ഐഫോൺ 13 സീരീസ് മുതൽ ഷ്രിങ്ക് ഡൗൺ ചെയ്ത കുറച്ചും കൂടെ ചെറുതായിട്ടുള്ളൊരു നോച്ചാണ്. ആ സെയിം നോച്ചാണോ ഇതിലേക്ക് കൊണ്ടുവരുന്നെങ്കിൽ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നമുക്കതും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആപ്പിളിനെ സംബന്ധിച്ചിടത്തോളം ആപ്പിൾ എപ്പോഴും നോക്കുന്നത് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ആക്കി നിർത്തണം. സോ ഇറ്റ്സ് നീഡ് ടു ബി ലുക്ക് ചീപ്പർ ആൻഡ് അഫോർഡബിൾ എന്നുള്ളൊരു സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിലേക്ക് ഡൈനാമിക് ഐലൻഡിന് പകരം ആപ്പിൾ നോച്ച് തന്നെ കീപ്പ് ഓൺ ചെയ്യാനായിരിക്കും ചാൻസസ് കൂടുതൽ. ഇനി ഇതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്, ഇതിൻ്റെ പ്രീവിയസ് 2 ജനറേഷനിലും ഇല്ലാതെ പോയ അല്ലെങ്കിൽ ആപ്പിൾ കൊടുക്കാതെ പോയ ആ ഒരു ഫീച്ചർ ആപ്പിൾ എന്തായാലും ഇതിൽ കൊടുക്കാൻ പോവാണ്. അതായത് നൈറ്റ് മോഡ്. നമുക്ക് നൈറ്റ് മോഡിൽ ഫോട്ടോസ് എടുക്കുമ്പം ആ ഒരു ഇമേജ് ക്വാളിറ്റി, ഇതുവരെ ഉണ്ടായിരുന്ന SE 2nd, 3rd ജനറേഷൻ നിങ്ങൾ നോക്കിയറിയാം, ഇതിൽ നമുക്ക് പ്രോസസ്സർ കേപ്പബിൾ ആയിട്ടുള്ള പ്രോസസ്സറാണ് ഈവൻ ദോ ആപ്പിൾ കൊടുത്തെങ്കിലും ആപ്പിൾ ഇതിൽ നൈറ്റ് മോഡ് എന്ന് പറയുന്ന ഫീച്ചർ കൊടുത്തിട്ടില്ല. കാരണം അതിൻ്റെ പ്രോസസ്സർ ലേറ്റസ്റ്റ് ആണെങ്കിലും അത് സപ്പോർട്ട് ചെയ്യുന്ന ഹാർഡ്വെയർ അല്ലായിരുന്നു ആ ഒരു ക്യാമറ മൊഡ്യൂൾ എന്ന് പറയുന്നത്. കാരണം അതിൻ്റെ ISP ഒക്കെ ഓൾഡർ ജനറേഷൻ ഐഫോൺ 8ലും 7ലും ഒക്കെ കണ്ടുവരുന്ന അതേ സെയിം സെൻസർ തന്നെയായിരുന്നു കൊടുത്തിരുന്നത്. സോ SE4ലേക്ക് വരുമ്പോൾ 48 മെഗാ പിക്സലിൻ്റെ ഐഫോൺ 15, 16 സീരീസിലുള്ള സെയിം സെൻസർ തന്നെയാണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. സോ 3rd ജനറേഷൻ SEയിലുണ്ടായിരുന്ന 12 മെഗാ പിക്സലിൻ്റെ ആ ഒരു സെൻസർ വെച്ച് നോക്കുമ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് ആൻഡ് ബെറ്റർ ക്യാമറ എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഈ 48 മെഗാ പിക്സൽ സെൻസറിന് 2-3 അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 2x ക്രോപ്പ് ഫാക്ടർ ലഭിക്കുമെന്നുള്ളതാണ്. അതായത് 14, 15, 16 സീരീസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്ക് 1x ചെയ്യുമ്പോൾ ഒരു 2x ഉണ്ട്. അതെന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ ക്രോപ്പിംഗ് ആണ്. നിലവിലുള്ള 48 മെഗാ പിക്സലിൻ്റെ ലാർജ് സെൻസർ ഡിജിറ്റലി ക്രോപ്പ് ചെയ്ത് 24 മെഗാ പിക്സലിൻ്റെ ആ ഒരു ഏരിയ മാത്രം ഷൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് 2x ക്രോപ്പ് എന്ന് പറയുന്നത്.
സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈവൻ ദോ ഒരു സിംഗിൾ ലെൻസ് ക്യാമറ സെറ്റപ്പാണ് SE4-ലെങ്കിലും ഈ ഒരു 2x വരുന്നതുകൊണ്ട് തന്നെ ടെലിഫോട്ടോ സ്റ്റൈൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ഫോട്ടോസ് നമുക്ക് ഇത് ഉപയോഗിച്ച് എടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ പോർട്രേറ്റ് മോഡും മറ്റുള്ള ഫീച്ചേഴ്സും അവൈലബിൾ ആകും. രണ്ടാമത് ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് 24 മെഗാ പിക്സൽ ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. iPhone 16 സീരീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ആപ്പിൾ കൊണ്ടുവന്ന വലിയൊരു മാറ്റമായിരുന്നു. ബൈ ഡിഫോൾട്ട് 12 മെഗാ പിക്സൽ എന്നുള്ള ആ ഒരു ഓപ്ഷനെ ഒഴിവാക്കി 24 മെഗാ പിക്സലിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് ബൈ ഡിഫോൾട്ട് എടുക്കാൻ സാധിക്കും. ആൻഡ് മൂന്നാമത് സ്മാർട്ട് HDR5 അതും ആപ്പിൾ ഇതിൽ കൊടുക്കുന്നതായിരിക്കും. ഇതേ മാറ്റങ്ങൾ തന്നെയായിരിക്കും ഫ്രണ്ട് ഫേസിംഗ് ക്യാമറയിൽ ലഭിക്കാൻ പോകുന്നത്. നിലവിലുണ്ടായിരുന്ന iPhone SE തേർഡ് ജനറേഷനിൽ 7 മെഗാ പിക്സലിൻ്റെ 2.2 ആപ്പറേച്ചറുള്ള സെൻസറായിരുന്നു. എന്നാൽ പുതിയ SE4-ലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് ഇതിൽ 14-15 സീരീസിൻ്റെ സെയിം ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇതിൽ 12 മെഗാ പിക്സലിൻ്റെ 1.9 ആപ്പറേച്ചറുള്ള പുതിയ സെൻസറായിരിക്കും ലഭിക്കുന്നത്. അതിൽ അപ് ടു ഫ്രണ്ട് ഫേസിംഗ് 4K വീഡിയോസ് വിത്ത് പോർട്രേറ്റ് എഫക്ട്സും നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ സ്പെക്സിലേക്ക് വരുമ്പോൾ, അതായത് ഇതിൻ്റെ ഇൻറ്റേർണൽ തലച്ചോറിലേക്ക് വരുമ്പോൾ, റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒന്നെങ്കിൽ A17 Pro ഇതിൻ്റെ 15 സീരീസിലുണ്ടായിരുന്ന അതേ സെയിം ചിപ്പ് തന്നെയായിരിക്കും ഇതിൽ കൊടുക്കുന്നത് 15 Pro സീരീസിൽ. എക്സാക്ട്ലി പറയുവാണെങ്കിൽ iPhone 15 Pro Max സീരീസിലായിരുന്നു നമുക്ക് A17 Pro എന്ന് പറയുന്ന ചിപ്പ് ഉണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ A18 അതായത് iPhone 16 സീരീസിലുള്ള സെയിം ചിപ്പും തന്നെ ആപ്പിൾ ഇതിൽ കൊടുക്കാനുള്ള ചാൻസസ് ആണുള്ളത്. ഈ പറഞ്ഞ രണ്ട് SoC അല്ലാതെ ഇതിൽ താഴേക്ക് എന്തായാലും പോകത്തില്ല. കാരണം ഏത് വന്നാലും ഒരു കുഴപ്പമില്ല. A17 Pro ആയാലും A18 ആണെങ്കിലും. കാരണം ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഈ രണ്ട് SoCകൾ തമ്മിൽ. ഈ ഒരു A18 അല്ലെങ്കിൽ A17 Pro ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ പ്രീവിയസ് ജനറേഷൻ ആയുള്ള SE3 ആയിട്ട് നോക്കുമ്പോൾ വലിയൊരു ഡിഫറൻസ് ആണ്. കാരണം A15 Bionic വിത്ത് 4GB റാമിൽ നിന്ന് A17 Pro അല്ലാന്നുണ്ടെങ്കിൽ A18 വിത്ത് 6GB റാമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. സോ ഫാസ്റ്റ് ആൻഡ് ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ്, അതോടൊപ്പം തന്നെ മെമ്മറി മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. കാരണം അത്രയധികം ഹെവിനെസ് നമുക്കിതിൽ തോന്നത്തില്ല. ഇതൊരു ലൈറ്റ് ഫോണാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണാണ്. സോ ഇത്രയും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ഇതിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓഫ് ടാസ്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ റെഡി ആയിരിക്കും. അതോടൊപ്പം തന്നെ റേ ട്രേസിംഗ്, ഹാർഡ്വെയർ ബേസ്ഡ് റേ ട്രേസിംഗ് ആണ് ആപ്പിൾ A17 Proയിലും A18ലും ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ നിങ്ങൾക്ക് AAA ടൈറ്റിൽസ് ഉള്ള ഗെയിമുകൾ ലൈക്ക് ടോം റൈഡർ, അസാസിൻസ് ക്രീഡ് പോലുള്ള ഹൈ ഗ്രാഫിക്സ് ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമുകൾ നിഷ്പ്രയാസം കളിക്കാൻ സാധിക്കും. പബ്ജിയുടെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല, വെടിയും പുകയായിരിക്കും പബ്ജിയൊക്കെ. സോ എൻ്റെ ഗെയിമിംഗ് ചങ്കുകൾക്ക് ഇതൊരു സുവർണാവസരമാണ്. പിന്നീട് ഇതിൻ്റെ സ്റ്റോറേജ്, ഇതോടുകൂടി ആപ്പിൾ 64GB എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കുകയാണ്. കാരണം ബേസ് മോഡലിന് ഇനി വരാൻ പോകുന്നത് 120GB ആയിരിക്കും. 256ഉം 512GB ഓപ്ഷൻസിൽ നമുക്ക് ഈ ഡിവൈസുകൾ അവൈലബിൾ ആവുന്നതായിരിക്കും. പിന്നീട് ഇതിൻ്റെ ബാറ്ററി, അവിടെയാണ് ഇതിൻ്റെ ഏറ്റവും സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത്. കാരണം A18, A17 Pro ഇത് രണ്ടും വലിയ രീതിയിൽ പവർ കൺസ്യൂം ചെയ്യുന്ന SoC അല്ലെങ്കിൽ ചിപ്പുകളല്ല. സോ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരാൻ പോകുന്നത് ഒരു ചീത്തപ്പേരിലുള്ള ഒരു മാറ്റമാണ്. അതായത് കംപ്ലീറ്റ് ഈ ഒരു ഫോൺ വരുന്നതോടെ ഐഫോണിൻ്റെ ലൈനപ്പ് എൻറ്റയർലി USB Type-C സ്വിച്ച് ചെയ്യുവാണ്. ഇതിൽ ലൈറ്റ്നിങ് മാറി Type-C ആയിരിക്കും. ബാറ്ററി പോലെ തന്നെ നമുക്കിതിൽ മാക്സേഫ് സപ്പോർട്ട് കാണും. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് വരുന്ന മാക്സേഫ് ആക്സസറീസ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്, എസ്പെഷ്യലി ഫോർ ഗെയിമേഴ്സ്. സോ ഗെയിം പ്ലേയുടെ ഇടയിൽ പോലും ഡിവൈസ് ചാർജ് ചെയ്തുകൊണ്ട് ഓവർ ഹീറ്റ് ആകാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന നിരവധി മാക്സേഫ് ആക്സസറീസ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിലൂടെ തുറന്നു കിട്ടുവാണ്. ചിപ്പ് പോലെ തന്നെ നിങ്ങൾ അറിയാതെ ഇതിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റം, ഐഫോൺ ലൈനപ്പിൽ തന്നെ ആപ്പിൾ ആദ്യമായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഒരു മാറ്റം ഈ ഒരു SE4 ജനറേഷനിലായിരിക്കും. അതായത് ആപ്പിളിൻ്റെ സ്വന്തം ഇൻ ഹൗസ് നെറ്റ്വർക്ക് ചിപ്പ്, ആപ്പിൾ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്ന വൈഫൈ ബ്ലൂടൂത്ത് നെറ്റ്വർക്ക് ചിപ്പായിരിക്കും ഇതിൽ നമുക്ക് വരാൻ പോകുന്നത്. ആൻഡ് ഫൈനലി ഇതിൻ്റെ പ്രൈസ് വരാൻ പോകുന്നത് മിക്കവാറും ഇപ്പോൾ നിലവിൽ SE തേർഡ് ജനറേഷൻ പ്രൈസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 64GB സ്റ്റാർട്ട് ചെയ്യുന്നത് 47,600 47,600. സോ എങ്ങനെ നോക്കിയാലും ഇതൊരു ആപ്പിൾ ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ഫോണായിട്ട് കീപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിനകത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് മിക്കവാറും 128GB സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം SE തേർഡ് ജനറേഷൻ്റെ 128GB സ്റ്റോറേജിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 52,600 ആണ്. സോ മിക്കവാറും ഒരു 52,600 അല്ലാന്നുണ്ടെങ്കിൽ 5600 അല്ലെങ്കിൽ മേ ബി 49,600 മിക്കവാറും ഈ ഒരു ഡിവൈസ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു അസംഷൻ. ആപ്പിൾ മാക്സിമം ഇതിനൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്കെയിലാണ് നിർത്താൻ പോകുന്നതെങ്കിൽ, എസ്പെഷ്യലി ഇന്ത്യൻ മാർക്കറ്റിൽ ആപ്പിൾ കുറേയധികം ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു 49 ആ റേഞ്ചിൽ ഇത് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഐഫോൺ SE4 ജനറേഷനെ പറ്റിയുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ്. മാർക്ക് ഗ്രൂമൻ പറഞ്ഞതനുസരിച്ച് ഈ ആഴ്ച ആപ്പിൾ അത് ലോഞ്ച് ചെയ്യാനുള്ള ചാൻസസ് ആണ് ഉള്ളത്. മിക്കവാറും ഒന്നെങ്കിൽ ആപ്പിൾ ഇതൊരു വീഡിയോ ആയിട്ട്, ചെറിയൊരു പ്രീ റെക്കോർഡഡ് വീഡിയോ ആയിട്ട് ചിലപ്പം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തേക്കാം. കാരണം പല പ്രോഡക്റ്റ്സുകളും ആപ്പിൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ചാൻസസ് ഉള്ളതെന്ന് വെച്ചാൽ ആപ്പിൾ ഒന്നും ചെയ്യാതെ തന്നെ ഇത് നമ്മുടെ വെബ്സൈറ്റിൽ
അങ്ങ് റിലീസ് ചെയ്തേക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Until then, peace.